നിങ്ങളോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ കൂലിപ്പണി ചെയ്യുന്നവരോ ഓട്ടോ ഡ്രൈവറോ അല്ലെങ്കിൽ തയ്യൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യുന്നവരോ ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സർക്കാർ ഇപ്പോൾ എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും വിവരങ്ങൾ ശേഖരിക്കുന്ന ഇ ശ്രം കാർഡ് എന്ന ദേശീയ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് എന്താണ് ഇ ശ്രം കാർഡ് എന്ന് മനസ്സിലാക്കാം. 2021 ഇന്ത്യൻ ഗവൺമെന്റ് ആരംഭിച്ച ഒരു ദേശീയ ഡേറ്റ ബേസ് ആണ് ഇത്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഈ ഒരു അസംഘടിത തൊഴിൽ മേഖല, എന്താണ് ഈ ഒരു അൺഓർഗനൈസ്ഡ് തൊഴിൽ മേഖല, ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്? അതിനുള്ള സംശയം ഞാൻ തീർക്കാം. അതിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണെന്നും ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേം ആണ് PF, പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് ലഭിക്കാത്ത വ്യക്തികളും അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ലഭിക്കാത്ത ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളും ഈ ഒരു രണ്ട് ഗ്രൂപ്പിലും പെടാത്ത ആളുകളെയാണ് നമ്മൾ ഈ ഒരു അസംഘടിത തൊഴിൽ മേഖലയിൽ പെടുന്ന ആളുകളായി കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ PFO അല്ലെങ്കിൽ ESAയോ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അസംഘടിത തൊഴിൽ മേഖലയിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഇ ശ്രം കാർഡിന് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആരൊക്കെയാണ് ഈ ഒരു അസംഘടിത തൊഴിൽ മേഖലയിൽ വരുന്നതെന്ന് നോക്കാം. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, റോഡ് വെൻഡേഴ്സ്, കൂലിപ്പണിക്കാർ, വീട്ടുജോലിക്കാർ, കൃഷി അല്ലെങ്കിൽ മത്സ്യബന്ധനം എന്നിങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരൊക്കെ ഈ ഒരു അസംഘടിത തൊഴിൽ മേഖലയിലാണ് പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു ഇ ശ്രം കാർഡ്. ഇത്തരത്തിൽ ഒരു കാർഡ് കൊണ്ടുവരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ PF ലഭിക്കുന്ന നല്ല കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ ഡേറ്റ അവരുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. പക്ഷേ സാധാരണ ഈ തൊഴിൽ ചെയ്യുന്നവർ, മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവർ, വീട്ടുജോലിക്ക് പോകുന്നവർ, കൂലിപ്പണി ചെയ്യുന്നവർ എന്നിങ്ങനെയുള്ള ആളുകളുടെ ആ ഒരു ഡേറ്റ സർക്കാരിന്റെ കയ്യിൽ കറക്റ്റായിട്ട് ഇല്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സർക്കാർ പുതിയ പദ്ധതി, ഈ ഒരു സാധാരണക്കാർക്ക് വേണ്ടി പുതിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അത് ആർക്കൊക്കെ ലഭിക്കുന്നു, ആർക്കൊക്കെയാണ് ലഭിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഒരു സംശയം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇ ശ്രം കാർഡ് കൊണ്ടുവരികയാണെങ്കിൽ ഈ കാർഡ് ലഭിക്കുന്നവരുടെ ഡേറ്റ സർക്കാരിന്റെ കയ്യിൽ കൃത്യമായി ലഭിക്കുകയും അപ്പോൾ സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇവർക്ക് വേണ്ടിയുള്ള ആ പദ്ധതിയുടെ ബെനിഫിറ്റ്സ് അവർക്ക് നേടാനും സാധിക്കും. ഇത്തരത്തിൽ ഇ ശ്രം കാർഡ് ലഭിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്യുന്നു. ഓരോ തൊഴിലാളിയുടെയും ആധാർ കാർഡ്, ബാങ്ക് വിശദാംശങ്ങൾ, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലി എന്നിങ്ങനെയുള്ള എല്ലാ ഡേറ്റാസും സർക്കാരിന് ലഭിക്കുകയും ഓരോ തൊഴിലാളിക്കും ഓരോ UAN നമ്പർ ലഭിക്കുന്നു. അതായത് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ അവർക്ക് ലഭിക്കുന്നു. ഈ ഒരു കാർഡ് അവർക്ക് ജീവിതകാലം മുഴുവൻ, അതായത് ലൈഫ് ലോങ് ഈ ഒരു കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇ ശ്രം കാർഡ്, ആരൊക്കെയാണ് ഈ ഒരു കാർഡ് നേടാൻ യോഗ്യതയുള്ളവർ, ആരൊക്കെയാണ് ഈ ഒരു അസംഘടിത തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ 3000 രൂപ നമുക്കിങ്ങനെ പ്രതിമാസം ലഭിക്കുന്നു, ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് സത്യമാണോ ഇല്ലയോ എന്ന് നമ്മൾ പലർക്കും സംശയമുണ്ട്. അപ്പോൾ ആ ഒരു സംശയത്തിന്റെ ഉത്തരവും ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അടുത്ത സെക്ഷനിലായിട്ട് നമ്മൾ കടക്കുന്നത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ്. നിങ്ങൾ ഒരു ഇ ശ്രം കാർഡ് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് 3000 രൂപ ലഭിക്കില്ല എന്നതാണ് അതിന്റെ ഉത്തരം. പക്ഷെ നിങ്ങൾക്ക് ഇതിലൂടെ മറ്റൊരു ബെനിഫിറ്റ് നേടാൻ സാധിക്കും. അതായത് PMSYM എന്ന പെൻഷൻ പദ്ധതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ 3000 രൂപ നേരിട്ട് ലഭിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ മറ്റൊരു ബെനിഫിറ്റ് നേടാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് 3000 രൂപ നേരിട്ട് ലഭിക്കില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ, അതായത് PMSYM എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു പദ്ധതിയിൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പ്രതിമാസം ഒരു ചെറിയ തുക ഈ ഒരു പദ്ധതിയിലൂടെ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണോ നിക്ഷേപിച്ചത് അതേ തുക സർക്കാരും നിക്ഷേപിക്കുന്നു.
അത്തരത്തിൽ നിങ്ങൾക്ക് 60 വയസ്സ് കഴിയുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷനായി നേടാൻ സാധിക്കും. ഇതൊരു വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ചെറിയ തുക, ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായി അത് പറഞ്ഞു തരാം. നിങ്ങളൊരു 30 വയസ്സുള്ള ഒരു കൂലിപ്പണിക്കാരനാണെന്ന് വിചാരിക്കുക. ഞാനൊരു പേരിട്ട് നിങ്ങൾക്ക് ഒരു കഥ പോലെ പറഞ്ഞു തരാം. ഇപ്പോൾ രാമു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു 30 വയസ്സുള്ള ജോലി ചെയ്യുന്ന ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. രാമു ഈ ഒരു പദ്ധതിയിൽ 100 രൂപ വീതം പ്രതിമാസം നിക്ഷേപിച്ചു. അതേ 100 രൂപ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു. അങ്ങനെ രാമുവിന് 60 വയസ്സാകുന്നു. 60 വയസ്സിന് ശേഷം ഓരോ മാസവും രാമുവിന് 3000 രൂപ പെൻഷനായി നേടാൻ സാധിക്കും. ഇതാണ് വളരെ സിമ്പിൾ ലോജിക്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇ-ശ്രം കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പദ്ധതി വളരെ പെട്ടെന്ന് നമുക്ക് പണം കിട്ടുന്ന ഒരു പദ്ധതിയല്ല, പക്ഷേ ഭാവി സുരക്ഷിതമാക്കാൻ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇനി നമുക്ക് ഇ-ശ്രം കാർഡിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് അപകട ഇൻഷുറൻസ്. എത്ര രൂപയാണ് നമുക്ക് ഇൻഷുറൻസ് ആയി ലഭിക്കുന്നതെന്ന് നോക്കാം. അപകട ഇൻഷുറൻസിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത്, ഇൻ കേസ് എന്തെങ്കിലും അപകടത്തിലൂടെ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പരിക്കുകൾ സംഭവിക്കുകയോ ചെയ്താൽ നമുക്ക് ഈ ഒരു കാർഡ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ ഇൻഷുറൻസ് ആയി നേടാൻ സാധിക്കും. ചെറിയ രീതിയിലുള്ള ഭാഗികമായ പരിക്കുകളാണ് സംഭവിക്കുന്നതെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമുക്ക് നേടാൻ സാധിക്കും. ഇനി ഈ പദ്ധതിയുടെ രണ്ടാമത്തെ ബെനിഫിറ്റായ പെൻഷൻ, ആ ഒരു ബെനിഫിറ്റ് നമുക്ക് എങ്ങനെയാണ് നേടാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഈ ഒരു ഇ-ശ്രം കാർഡ് എടുക്കുമ്പോൾ നേരിട്ട് പെട്ടെന്ന് തന്നെ 3000 ലഭിക്കില്ല. പക്ഷെ നമുക്ക് പെൻഷനായി PM-SYM എന്ന പദ്ധതിയിലൂടെ പ്രതിമാസം 3000 രൂപ, അതായത് പെൻഷനായി ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ ഒരു ബെനിഫിറ്റ്, ഈ ഒരു പെൻഷനെ നമുക്ക് ഈ ഒരു പദ്ധതിയുടെ മറ്റൊരു ബെനിഫിറ്റായി എടുത്തു പറയാൻ സാധിക്കും. മൂന്നാമതായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ പ്രസവ സഹായങ്ങൾ. ചില സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികൾ നമുക്ക് ലഭിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇ-ശ്രം കാർഡ് നമ്മൾ നേടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു അസംഘടിത തൊഴിൽ മേഖലയിൽ വരുന്നു. അപ്പോൾ നമുക്ക് അനുയോജ്യമായ പദ്ധതികൾ ഏതാണെന്നും ആ ഒരു പദ്ധതിയുടെ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുകയും അതിനെക്കുറിച്ച് അറിയാനും നമുക്ക് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു കാർഡ് എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് മറ്റൊരു ബെനിഫിറ്റായി പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇ-ശ്രം കാർഡിന്റെ മറ്റൊരു ബെനിഫിറ്റായി എടുത്ത് പറയാൻ സാധിക്കുന്നത് സർക്കാർ പദ്ധതിയിൽ മുൻഗണന. അതായത് സർക്കാർ പല പല പദ്ധതികളും ഓരോ ഇലക്ഷൻ സമയത്തും അല്ലെങ്കിൽ ഓരോ വർഷത്തും ബഡ്ജറ്റിന്റെ സമയത്തും പല പല പദ്ധതികൾ പല പല വിഭാഗം ആളുകൾക്കായി നൽകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അത് അറിയാതെ പോകുന്നു. അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആർക്കൊക്കെയാണ് ഈ ഒരു പദ്ധതി നൽകേണ്ടതെന്നുള്ള കൺഫ്യൂഷനും അവിടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇ-ശ്രം കാർഡ് എടുക്കുകയാണെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള കംപ്ലീറ്റ്, നമ്മളുടെ തൊഴിലും നമ്മളുടെ ആ ഒരു എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാരിനും ഒരു ഡേറ്റ ലഭിക്കുന്നു. അപ്പോൾ ആ ഒരു പദ്ധതി നമുക്ക് അനുയോജ്യപ്പെട്ട പദ്ധതി ആണെങ്കിൽ അതിലൂടെ നമുക്ക് മുൻഗണന നേടാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു ബെനിഫിറ്റായി, അഞ്ചാമത്തെ ബെനിഫിറ്റായി എടുത്ത് പറയാൻ സാധിക്കുന്നതാണ് ഏകീകൃത ഐഡന്റിറ്റി. അതായത് ഓരോ തൊഴിലാളികൾക്കും പ്രത്യേക UAN നമ്പർ ഉണ്ട്. അതിലൂടെ തിരിച്ചറിയൽ എളുപ്പമാവുകയും നമുക്ക് അർഹതപ്പെട്ട ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ആറാമത്തെ ബെനിഫിറ്റായി നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നതാണ് പോർട്ടബിലിറ്റി. അതിലൂടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ മനുഷ്യരാണ്, പല സ്ഥലത്തും സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ ഒരു സംസ്ഥാനം മാറുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡിന്റെ ആനുകൂല്യങ്ങൾ നേടാൻ സാധിക്കും. അതായത് ഈ ഒരു ഒറ്റ ഇ-ശ്രം കാർഡിലൂടെ നമുക്ക് പല പദ്ധതിയുടെയും ഒരു വാതിലാണ് തുറന്നു വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇ-ശ്രം കാർഡിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ 16-നും 59 വയസ്സിനും ഇടയിലുള്ള വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നിവയാണ് ഈ ഒരു ഇ-ശ്രം കാർഡ് നേടുന്നതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു അസംഘടിത മേഖലയിൽ വരുന്നവർ ആരൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. കൂലിപ്പണി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, മത്സ്യത്തൊഴിലാളികളായിക്കൊള്ളട്ടെ, കൃഷി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, തയ്യൽ ജോലികൾ ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, ഡ്രൈവർ ആയിക്കൊള്ളട്ടെ, അങ്ങനെ അസംഘടിത മേഖലയിൽ വരുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഇ-ശ്രം കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, PF അല്ലെങ്കിൽ ESA നേടുന്നവർ ഇതിൽ പെടില്ല. അത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് ഇ-ശ്രം കാർഡിന് വേണ്ടി എങ്ങനെയൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. 2 വഴിയിലൂടെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ആദ്യത്തേത് CSC സൈറ്റിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ നമുക്ക്
ഈ ഒരു ഇ-ശ്രം കാർഡിന് വേണ്ടി ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കും. ഇത് നമുക്ക് ഓരോന്നും വിശകലനം ചെയ്യാം. ആദ്യം നമുക്ക് കോമൺ സർവീസ് സെന്ററിലൂടെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള കോമൺ സർവീസ് സെന്ററിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ്, മറ്റ് ബാങ്ക് വിശദാംശങ്ങൾ എന്നിവ നൽകുക. അതിനുശേഷം അവിടുത്തെ ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇ-ശ്രം കാർഡ് തയ്യാറാക്കുന്നു. ഇത് ടോട്ടലി ഫ്രീ ആണ്. നിങ്ങളോട് ആരെങ്കിലും പണം ചോദിച്ചാൽ നൽകരുത്. ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഓൺലൈനിലൂടെ സ്വന്തമായി രജിസ്ട്രേഷൻ ചെയ്യുക. അതും എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗൂഗിളിൽ ഇ-ശ്രം പോർട്ടൽ സെർച്ച് ചെയ്യുക. അതിനുശേഷം സെൽഫ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന OTP വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര്, ജോലി, വിലാസം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് നൽകുക. അതിനുശേഷം ബാങ്ക് ഡീറ്റെയിൽസ് നൽകാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നൽകിയതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ ഇ-ശ്രം കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇ-ശ്രം കാർഡിലൂടെ ഒരു UAN നമ്പർ ലഭിക്കും. ഈ ഒരു കാർഡ് നമുക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഇൻ കേസ് ജോലി മാറുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോവുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ പോർട്ടലിൽ തുറന്ന് നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ എന്താണ് ഇ-ശ്രം കാർഡ്, ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് താഴെ കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Bosswala. Be the boss.